തെലങ്കാന സിദ്ദിപ്പേട്ടിലെ RVM കോളേജിൽ പ്രതിഷേധിച്ച നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടിയുമായി മാനേജ്മെന്റ്. 3-ാം വർഷ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടു. ദുരിതത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ആദ്യം തന്നെ ഈ വിദ്യാർത്ഥികൾ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്? ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ഇപ്പോൾ കോളേജ് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി ഏത് തരത്തിലാണ്? നമ്മൾ ഇന്നലെയാണ് ഈ കുട്ടികൾ ഈ RVM കോളേജിലെ 3-ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾ നമ്മളെ ബന്ധപ്പെടുന്നത്. അവർ പറയുന്നത് കടുത്ത അവകാശ ലംഘനം നടക്കുന്നുണ്ട് കോളേജിൽ എന്നുള്ളതായിരുന്നു. തുടക്കം മുതൽ, അതായത് ജോയിൻ ചെയ്ത സമയം മുതൽ അവരെ ക്ലിനിക്കൽ ജോലികൾക്കായി നിയോഗിക്കുന്നു, ഒരാഴ്ചക്കകം നിയോഗിക്കുന്നു. ജയിലിലിട്ട അവസ്ഥയിലാണ് അവരെ അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ക്രൂരമായ മാനസിക പീഡനം അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി അവർ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകുന്നത്. പരാതിയിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ പരാതി നൽകുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ ഒരു നടപടി ഉണ്ടാകുന്നത്. മാനേജ്മെന്റ് ഇന്നിപ്പോൾ ചെയ്തത്, ഇവരിയ്ക്കുന്ന ക്ലാസ്സിലേക്ക്, അതായത് 3-ാം വർഷ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ക്ലാസ്സിലേക്ക് അവിടെയുള്ള അധ്യാപകർ എത്തുന്നു. അധ്യാപകർ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെ 3-ാം വർഷ വിദ്യാർത്ഥികൾ എന്ന വ്യാജേനെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളെ കൊണ്ട് പോലീസിന് മുടി കൊടുപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ പിതാവാണ് ഈ വിവരം ഈ കുട്ടികളെ അറിയിക്കുന്നത്. അതോടുകൂടി അവിടെ നിന്ന് ഒരു 3-4 കുട്ടികളാണ് ആ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് സാധിച്ചത്, മലയാളി വിദ്യാർത്ഥികൾ. ബാക്കിയുള്ളവരെ പൂട്ടിയിടുന്ന ഒരു സമീപനത്തിലേക്ക് കൂടി മാനേജ്മെന്റ് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളാണ് നമുക്ക് ഈ രീതിയിലുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങളും നമുക്ക് തരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അവിടെ ഇപ്പോൾ മറ്റ് മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട്, പോലീസ് അവിടെയുണ്ട്. പക്ഷേ പോലീസ് ഇവരിൽ നിന്ന് മൊഴിയെടുക്കാനോ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ ആവർത്തിച്ചു പറയുന്നു. ആ രീതിയിലുള്ള ഒരു നടപടികളിലേക്കാണ് എന്തായാലും കടന്നിരിക്കുന്നത്. പിന്നാലെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? അതായത് മാനേജ്മെന്റ് ആണ് ഇന്നിപ്പോൾ ഒരു ചർച്ച എന്ന രീതിയിലാണ് ഈ ക്ലാസ്സിലേക്ക് കുട്ടികളെ കാണാനായി അധ്യാപകർ എത്തുന്നത്. അവർ പറയുന്നത് മാനേജ്മെന്റ് എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനപ്രകാരം മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളോട് അവർ പറയുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്, എന്തായാലും അവിടുത്തെ സപ്പോർട്ട് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ രീതിയിൽ, അതായത് പോലീസിനോട് മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെ, വിദ്യാർത്ഥികളെ, ഇത് ഈ BSc നഴ്സിംഗ് 3-ാം വർഷ വിദ്യാർത്ഥികളാണ് എന്ന വ്യാജേനെ പോലീസിന് മൊഴി കൊടുപ്പിക്കുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായത്. അതായത് ഇവരെ തിരിച്ചെത്താം. ഇപ്പോൾ RVM കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് കോളേജിൽ പ്രതിഷേധിച്ചത്? അതോടൊപ്പം ഈ പ്രതിഷേധിച്ചതിന് ശേഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷം ഇപ്പോൾ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രതികാര നടപടി ഉണ്ടായി എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. എന്ത് തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് മാനേജ്മെന്റ് ഇപ്പോൾ പോകുന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങള് ഇവിടെ കോളേജിൽ ഒരു റൂൾ ഉണ്ട്, ഫോൺ സബ്മിറ്റ് ചെയ്യണം. ആഴ്ചയിൽ ഒന്ന് കിട്ടും, ആഴ്ചയിൽ ഒന്നേ കിട്ടുള്ളൂ. ശനിയാഴ്ച വൈകിട്ട് കിട്ടി, തിങ്കളാഴ്ച മോർണിംഗ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 3 വർഷമായിട്ട് ഫോൺ സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ 3-ാമത്തെ ഫോണാണ് ഞങ്ങളുടെ ഇവിടെ കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന ഫോൺ. മിസ്സാവുന്നത് പൈസ കൊടുത്ത് വാങ്ങിച്ചെന്ന് 10,000 അല്ല 30,000 രൂപയുടെ ഫോൺ പോയാൽ ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി. അത് 6 മാസം ജനുവരി 20 എങ്ങാണ്ടാണ് 2 ഫോൺ മിസ്സായി. അതിനുശേഷം 3-ാമത്തെ ഫോൺ ഇപ്പം മിസ്സാണ്. അപ്പൊ ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ഫോണിൽ പൊട്ടല് അങ്ങനെ ഒരുപാട് ഞങ്ങൾ പറഞ്ഞ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ ഒരു സീൽ തരാൻ മാത്രമേ കോളേജിൽ അവകാശപ്പെട്ടുള്ളൂ. അപ്പൊ അവരത് വലിയൊരു ഇഷ്യൂ ആക്കുമായിരുന്നു. ഇത് മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളെ ഡ്യൂട്ടിക്ക് ഇടുന്നു, ഓവർ ഡ്യൂട്ടി. ഞങ്ങളുടെ സിലബസ് അനുസരിച്ചല്ലാതെ മെന്റൽ ഹാറാസ്മെന്റ്. നീ എങ്ങനെ വീട്ടിൽ പോകുന്ന എനിക്കൊന്ന് കാണും. നിങ്ങളുടെ ബുദ്ധിമുട്ട് സംബന്ധിച്ച് നിങ്ങൾ നേരത്തെ ഈ കോളേജിൽ പരാതി നൽകിയിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യും. ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ വിടത്തില്ല, നിങ്ങളെ ഇവിടെ മേക്കപ്പ് ഡ്യൂട്ടി നിങ്ങളെ ചെയ്യിപ്പിച്ച് ഇവിടെ തന്നെ കിടത്തും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇന്ന് ഇവിടുത്തെ ലോക്കൽ പോലീസ് CA വന്നു. അപ്പൊ ഞങ്ങളെ റൂമിൽ പൂട്ടിയിട്ടിട്ട് വേറെ സ്റ്റുഡൻസ് അവരോട് സംസാരിച്ചു. ചാടി വന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞാൽ അവർ ആ റിപ്പോർട്ട് കൊണ്ടാണ് പോകാൻ പോണത്. ഞങ്ങൾ ജനൽ വരെ ചാടി വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ബി കെയർഫുൾ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത്. വീണ്ടും അവർ വാർണിംഗ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് പൂട്ടിയോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് പേടിയാണ് ഹോസ്റ്റലിൽ പോയി. ഞങ്ങൾക്ക് ഇതൊരു ഭക്ഷണം കഴിച്ചില്ല. രാവിലെ ഇതുപോലെ തന്നെ. ശരി, വലിയ രീതിയിൽ ഈ കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ മാനേജ്മെന്റ് പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടു എന്നതടക്കമുള്ള പരാതികളുമായാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്.